الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ വെള്ളിയാഴ്ച ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മദീന പള്ളിയിലേക്ക് ഒരാൾ കയറി വന്നു. അയാൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, ഹലക്കത്തിൽ അംവാൽ വൻഖതഅതി സുബുൽ ഫദ്ഉല്ലാഹ അൻ യുഗീസന. നബിയെ, മഴയില്ല, പ്രശ്നമാണ്. നിങ്ങൾ മഴയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈകളും ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് മഴ നൽകണമേ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. ആകാശത്ത് കാർമേഘത്തിന്റെ ഒരു അടയാളവും ഞങ്ങൾ കണ്ടിരുന്നില്ല, ഒരു മേഘകഷ്ണം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കഴിഞ്ഞതോടുകൂടി മലനിരകളെപ്പോലെ കാർമേഘം ആകാശത്ത് ഇരുണ്ടുകൂടി. ആ കാർമേഘം മഴയായിട്ട് പെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങളിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുന്നത് ഞങ്ങൾ കണ്ടു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുത്തതാണ്. എത്ര പെട്ടെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആക്ക് അള്ളാഹു മറുപടി കൊടുത്തത്. ആ മഴ തുടർന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാഴ്ച ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ല, നല്ല മഴയാണ് മദീനയിൽ. അടുത്ത ആഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ വീണ്ടും എഴുന്നേറ്റ് നിന്നു. യാ റസൂലല്ലാഹ്, ഹലകത്തിൽ അംവാൽ വൻഖതഅതി സുബുൽ ഫദ്ഉല്ലാഹ അൻ യുംസികഹ അന്നാ. നബിയെ, നല്ല മഴയാണ്, കടുത്ത മഴ കാരണം കൃഷിയൊക്കെ നശിച്ചിട്ടുണ്ട്, നമ്മളെ പുരയൊക്കെ തകർന്നിട്ടുണ്ട്. മഴ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും ഉയർത്തി, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അള്ളാഹുവേ, ഈ മഴ ഞങ്ങളുടെ മേൽ നിന്ന് നിങ്ങൾ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്കും നീ കൊണ്ടുപോകണം. അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബ് വബുതൂനിൽ ഔദിയ വമനാബിത്തിശ് ശജർ. കാടുകളിലേക്ക്, മരം വളരുന്ന ഇടങ്ങളിലേക്ക്, താഴ്വരകളിലേക്ക് നീ അതിനെ നീക്കിക്കൊണ്ടുപോകണം. ആ പ്രാർത്ഥനക്കും അള്ളാഹു ഉത്തരം കൊടുത്തു. മഴ നിന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനക്ക് ചുറ്റും മഴയാണ്. പുറത്തുനിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വരികയാണെങ്കിൽ
അവർ കാര്യമായിട്ട് സംസാരിച്ചിരുന്നത് മദീനക്ക് പുറത്തുള്ള മഴയെ പറ്റിയിട്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, മഴ നൽകുന്നവനും മഴ പിടിച്ചു വെക്കുന്നവനും നമ്മുടെ റബ്ബാൻ. അള്ളാഹു മഴ തരില്ല എന്ന് തീരുമാനിച്ചാൽ ആ വെള്ളം പിടിച്ചു വാങ്ങാൻ വേറെ ആർക്കെങ്കിലും പറ്റുമോ? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അള്ളാഹു മഴ പെയ്യിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ ആരാണ് നിങ്ങൾക്ക് ഉറവ് ജലം കൊണ്ടുവന്നു തരിക? അത് അള്ളാഹുവിന്റെ വല്ലാത്ത ചോദ്യമാണ്, നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ നിസ്സാരതയും അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കുറച്ച് ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. കനത്ത മഴയായിരുന്നു, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ. 25-30 കൊല്ലം നമ്മൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ വീട് തകർന്നു പോകുമ്പോൾ, വെള്ളത്തിന്റെ കൂടെ ഒലിച്ചു പോകുമ്പോൾ നോക്കി നിൽക്കാനല്ലാതെ, കണ്ണീരൊഴുക്കാനല്ലാതെ മനുഷ്യന് വേറൊരു മാർഗവുമില്ല. ആ വീടിന്റെ ഓരോ ഇഷ്ടികയിലും ഓരോ കല്ലിലും അവന്റെ വിയർപ്പുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ വിധി വന്നാൽ, അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ പിന്നെ വേറെ മാർഗമൊന്നുമില്ല. അത്ര നിസ്സഹായരാണ് നമ്മൾ. ഇപ്പൊ 4-5 ദിവസമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. നമ്മൾ എത്ര വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ വിധികളുടെയും തീരുമാനങ്ങളുടെയും മുമ്പിൽ നമ്മളൊന്നുമല്ല. അതുകൊണ്ട് കൂടുതൽ അഹങ്കാരവും ഹുങ്കും കിബറൊന്നും നമുക്ക് വേണ്ട. വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. ഭൂമിയിലൂടെ മനുഷ്യൻ നീ അഹങ്കാരത്തോടു കൂടി നടക്കണ്ട. നിനക്ക് ഭൂമി പിളർത്താൻ പറ്റൂല, പർവ്വതത്തോളം ഉയരാനും നിനക്ക് കഴിയൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിനയമുള്ള അടിമകളാവുക, താഴ്മയുള്ളവരാവുക. നമ്മുടെ റബ്ബ് നിരാശ്രയനാണ്. അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. ഒരു സൃഷ്ടിയിലേക്കും അവൻ ആവശ്യക്കാരനല്ല. നമ്മളാണ് ഫക്കീറുമാർ, നമ്മളാണ് യാചകർ. നമ്മുടെ റബ്ബ് ഉടമസ്ഥനാണ്, അവൻ യജമാനനാണ്, ആരെയും ആശ്രയിക്കാത്തവനാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. നിങ്ങൾ അള്ളാഹുലേക്ക് ആവശ്യക്കാരനാണ്. നമ്മൾ ആരുടെയും ആവശ്യം നമ്മുടെ റബ്ബിനില്ല. അവനെയും ആരെയും ആശ്രയിക്കാത്ത അൽ ഗനിയ്യാൻ, നിരാശ്രയനാണ് അള്ളാഹു. അപ്പൊ നമ്മളെല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാനോട് കൂടി ജീവിച്ചു. അതുകൊണ്ട് അള്ളാഹുവിന് എന്താ മെച്ചം? ഇവിടെയുള്ള മനുഷ്യന്മാര് മുഴുവൻ ഫിർഔനിന്റെ അവസ്ഥയിലാണെങ്കിൽ അള്ളാഹുവിന് അതുകൊണ്ട് എന്താണ് നഷ്ടം? ഇപ്പൊ ഇന്ന് ഈ ലോകത്ത് ഒരിടത്തും ഫജ്ർ നിസ്കാരം നടന്നില്ല എന്ന് വിചാരിക്കുക. ഒരൊറ്റ പള്ളിയിലും ഫജ്ർ നിസ്കാരം നടന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ഈ വെള്ളിയാഴ്ച ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും സൂറത്തുൽ കഹ്ഫ് ഓതി. അതുകൊണ്ട് അള്ളാഹുവിന്റെ അധികാരത്തിൽ എന്തെങ്കിലും കൂടാനുണ്ടോ? യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ. ഈ ലോകത്തുള്ള ഒന്നാമത്തെ ജിന്ന് മുതൽ അവസാനത്തെ ജിന്ന് വരെ, ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ, ഏറ്റവും നല്ല ഈമാനുള്ള ഒരു മനുഷ്യന്റെ മനസ്സോടുകൂടി ജീവിച്ചാലും അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒന്നും കൂടാ പോകുന്നില്ല. യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ. ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യന്റെ മനസ്സോടുകൂടി ജീവിച്ചാലും ഹൃദയത്തോടു കൂടി ജീവിച്ചാലും അള്ളാഹുവിന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറയാനും പോകുന്നില്ല. നമ്മുടെ റബ്ബ് അൽ ഗനിയ്യാൻ, അവൻ ആരെയും ആശ്രയിക്കാത്തവനാണ്, അവൻ അസമദാൻ, എല്ലാവരും അവരെയാണ് ആശ്രയിക്കുന്നത്. അവൻ അൽ ഖദീറാൻ, എല്ലാത്തിനും കഴിവുള്ളവനാണ്. മക്കക്കാര് വന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നില്ലേ, നിന്റെ റബ്ബിനെ പറ്റിയിട്ട് നീ ഞങ്ങൾക്ക് പറഞ്ഞതാ. അള്ളാഹു ആയത്തുകൾ ഇറക്കിക്കൊടുത്തു. 112 സൂറത്ത്, 4 ആയത്തുകൾ. എത്ര മനോഹരമാണ് ആ സൂറത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ പറ, അല്ലാഹു ഏകനാൻ, അവൻ ആരെയും ആശ്രയിക്കാത്തതാണ്, എല്ലാവരും അവനെയാണ് ആശ്രയിക്കുന്നത്. അവൻക്ക് മക്കളില്ല, അവൻ ആരുടെയും മകനായിട്ട് ജനിച്ചവനുമല്ല, അവന് തുല്യനായിട്ട് ഒരാളുമില്ല. ഉറക്കമില്ലാത്തവൻ, മയക്കമില്ലാത്തവൻ, എല്ലാം മടക്കി ഭരിക്കുന്ന മലിക്കാണവൻ, മാലിക്കാണവൻ, അൽ ജബ്ബാറാണവൻ. പ്രിയപ്പെട്ടവർ, ആ റബ്ബിലേക്ക് നമ്മൾ മടങ്ങുക. അള്ളാഹുവിന്റെ സഹായവും കാവലും നമുക്കുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ വേറൊരാൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഹിജ്റയുടെ വേളയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തു വരുന്ന സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? സുറാഖ തന്നെയാണ് ആ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. മക്കക്കാര് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അബൂബക്കറിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ജീവനോടുകൂടി അല്ലെങ്കിൽ കൊന്നിട്ട് കൊണ്ടുവന്നാൽ അവർക്ക് 100 ഒട്ടകം ഉണ്ടെന്നാണ്. ഓരോരുത്തർക്കും 100 ഒട്ടകം വീതം. അബൂബക്കറിനെ കൊണ്ടുവന്നാൽ 100 ഒട്ടകം, നബിയെ കൊണ്ടുവന്നാൽ 100 ഒട്ടകം. സുറാഖത്ത് ബിൻ മാലിക് അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഒരു സാധാരണക്കാരനായ അറാബി. ആ സുറാഖക്കും ഈ വിവരം കിട്ടി. സുറാഖ വളരെ രഹസ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കറിനെയും ഫോളോ ചെയ്തു. ഒരു 2-3 കുന്തത്തിന്റെ അത്ര ദൂരെ സുറാഖയെ കാണാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരിക്കാൻ. അപ്പൊ നബി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കരയുന്നത്? നബി, ഇന്ന ആലോചിച്ചിട്ടല്ല ഞാൻ കരയുന്നത്, നിങ്ങളെ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എന്തിനാ അബൂബക്കറെ പേടിക്കുന്നത്? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. സുറാഖ പറയുന്നുണ്ട്, അബൂബക്കർ ഇങ്ങനെ പിറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുറാഖയെ ദൂരെന്ന് കണ്ടിട്ട് ഒരിക്കൽ പോലും പിറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവക്കുലാണത്. അള്ളാഹു എന്നെ സംരക്ഷിക്കും, അള്ളാഹു എന്നെ പ്രൊട്ടക്ട് ചെയ്യും. ആ അള്ളാഹുവിന്റെ മുകളിൽ വേറെ ആരാൻ? ആ തവക്കുലിന്റെ ഊക്ക് നമ്മൾ ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാനും നമ്മൾ ചിന്തിക്കുക. അപ്പൊ സുറാഖിന്റെ സംഭവം, അയാളുടെ കുതിരയുടെ കാലുകൾ നിലം നല്ല ഉറപ്പുള്ളതായിട്ടും അതിന്റെ താഴേക്ക് ആണ്ടുപോയല്ലോ. ഇതൊക്കെ നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചതാണ്, നമ്മൾ കേട്ടതാണ്. അത് കണ്ടവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ. നമുക്കത് ചരിത്രമാണെങ്കിൽ അവർക്കത് ജീവിതാനുഭവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ എത്രയായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ സംരക്ഷണവും പ്രൊട്ടക്ഷനും നമുക്കുണ്ട് എങ്കിൽ നമ്മൾ വേറൊരാളെ പേടിക്കേണ്ടതില്ല. അള്ളാഹുവിനെ അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ റബ്ബിനെ അറിയുക. അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന സമാധാനവും ആശ്വാസവും അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. പ്രിയപ്പെട്ടവർ, ഈ മഴക്കാലത്ത് നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം കൂടി പറയുകയാണ്. അത് നമ്മുടെ ചുറ്റും താമസിക്കുന്ന നമ്മുടെ കൂടെയുള്ള മനുഷ്യരുടെ കാര്യമാണ്. നമ്മൾ ഇടപെടേണ്ട ഘട്ടങ്ങളിൽ നമ്മൾ ഇടപെടണം. സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കേണ്ടത് സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കണം. ശാരീരികമായിട്ടാണോ നമ്മുടെ സഹായം ആവശ്യമുള്ളത്, അവിടെ നമ്മൾ ശാരീരികമായിട്ട് ഇടപെടണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഈമാനുള്ള തന്റെ സഹോദരന്റെ ഒരു ദുരിതം നീക്കിക്കൊടുത്താൽ ഖിയാമത്ത് നാളിൽ അവന്റെ പ്രശ്നവും അള്ളാഹു നീക്കിക്കൊടുക്കുന്ന പറഞ്ഞത്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ഒരാൾ തന്റെ സഹോദരന്റെ വിഷയത്തിൽ സഹായിക്കാൻ പുറപ്പെട്ടവനാണെങ്കിൽ അള്ളാഹു അവനെ സഹായിക്കുന്ന പറഞ്ഞത്. നാളെ ഖിയാമത്ത് നാളിൽ എത്തുമ്പോൾ അള്ളാഹു മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇബ്ന ആദം മരിൽതു ഫലം തഉദ്നി. ഞാൻ രോഗിയായിരുന്നു, പക്ഷെ നീ എന്നെ സന്ദർശിച്ചിട്ടില്ല. അപ്പൊ അയാൾ ചോദിക്കുന്നതാണ്, അള്ളാഹു നീ എങ്ങനെയാണ് രോഗിയാവുക? വഅൻത റബ്ബുൽ ആലമീൻ, നീ ലോകങ്ങളുടെ റബ്ബല്ലേ. എന്റെ ഒരു അടിമ രോഗിയായിരുന്നു എന്ന വിവരം നീ അറിഞ്ഞു, നീ അവനെ സന്ദർശിച്ചില്ല. നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് അവിടെ എന്നെ കാണാമായിരുന്നു. ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, പക്ഷെ നീ എനിക്ക് ഭക്ഷണം തന്നില്ല. അള്ളാഹുവേ, ഞാൻ നിനക്ക് എങ്ങനെയാണ് ഭക്ഷണം തരിക? അൻത റബ്ബുൽ ആലമീൻ, എന്റെ ഒരു അടിമ ഭക്ഷണം ചോദിച്ച് നിന്റെ മുമ്പിൽ വന്നിരുന്നു, അവൻക്ക് നീ ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ കാണാമായിരുന്നു. എനിക്ക് ദാഹിച്ചപ്പോൾ നീ എനിക്ക് വെള്ളം തന്നില്ല. അള്ളാഹുവേ, നിനക്കെങ്ങനെയാണ് ദാഹിക്കുക? എന്റെ ഒരു അടിമ വെള്ളം ചോദിച്ച് നിന്റെ അടുക്കൽ വന്നിരുന്നു, നീ അവൻക്ക് വെള്ളം കൊടുത്തില്ല. നീ വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ വേദന നമ്മുടെ കൂടി വേദനയായിട്ട് മാറണം. സാധാരണ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ മലപ്പുറം അങ്ങാടി കൂടെ ഒരു ആംബുലൻസ് പോകുന്നത് കണ്ടാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതാരെങ്കിലും ഒരാൾ സുഖമില്ലാതെ കൊണ്ടുപോകായിരിക്കും അല്ലെ. ആംബുലൻസ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞാൽ നമുക്കൊന്നുകൂടി ബേജാറ് കൂടും. അത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നാലോ? അപ്പൊ നമ്മുടെ വേദന അതുപോലെ മറ്റുള്ളവരുടെ വേദനയും കാണാൻ നമുക്ക് പറ്റണം. സഹായിക്കേണ്ട ഘട്ടങ്ങളിൽ സഹായിക്കുക. അള്ളാഹു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ ആഖിറത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ദാഹിച്ച് വലഞ്ഞ് നമ്മൾ തളർന്ന് ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ്. അൽ ഈമാനു ബിൽ ഹൗദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളെ ആഖിറത്തിൽ ഹൗദ് ഉണ്ട് എന്നത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. ആ ഹൗദിനെ പറ്റിയിട്ട് വിശദമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൗദി മസീറത്തു ഷഹ്രിൻ, എന്റെ ഹൗദിന്റെ വലുപ്പം, അതിന്റെ നീളം, അതൊരു മാസം സഞ്ചരിക്കാനുള്ള ദൂരമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അർദുഹു മിസ്ലു തൂലിഹി, അതിന്റെ നീളവും വീതിയും തുല്യമാണ്. നീളവും വീതിയും ഒരു മാസത്തെ യാത്രാ ദൂരമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മദീന മുതൽ സൻആ വരെ യാത്ര ചെയ്യാനുള്ള ദൂരമാണ് ഹൗദിന്റെ ഒരു വശത്തിന്റെ നീളമെന്നാണ്. മാഉഹു അശദ്ദു ബയാദൻ മിനൽ ലബൻ, അതിലെ വെള്ളം പാലിനേക്കാളും വെളുത്തതാണ്. സുബ്ഹാനല്ലാഹ്. വ അഹ്ലാ മിനൽ അസൽ, അതിന്റെ രുചി, മധുരം, അത് തേനിനേക്കാളും മധുരമുള്ളതാണ്. വരീഹുഹു അത്യബു മിനൽ മിസ്ക്, അതിന്റെ സുഗന്ധം കസ്തൂരിയേക്കാളും സുഗന്ധമാണ്. വഖീസാനുഹു കനുജൂമിസ് സമാ, ആ ഹൗദിലെ പാത്രങ്ങളുടെ എണ്ണം അത് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ അത്രയാണെന്നാണ് പറഞ്ഞത്. അത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രമാണെന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഫമൻ ശരിബ മിൻഹു ഫലാ യദ്മ ബഅദഹു അബദാ, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹൗദിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് അവർക്ക് ദാഹമില്ല, പിന്നീട് അവർക്ക് ദാഹിക്കുകയില്ല. സ്വർഗത്തിലെ അൽ കൗസർ എന്ന നദിയിൽ നിന്ന് 2 പാത്തികൾ ആ ഹൗദിലേക്കുണ്ട്. ആ കൗസർ എന്ന നദിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിലേക്ക് വെള്ളം വരുന്നുണ്ട്. ആ ഹൗദിൽ നിന്ന് കുടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഫറതുകും അലൽ ഹൗദ്, ഞാനാണ് ആദ്യം ഹൗദിന്റെ അരികിലേക്ക് എത്തുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ആ ഹൗദിന്റെ അരികിലേക്ക് വരും. അപ്പൊ ഒരു ടീമിനെ മലക്കുകൾ ഓടിക്കുന്നതാണ്, അവിടെ നിന്ന് ആട്ടിവിടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉസൈഹാബി ഉസൈഹാബി, അവരെന്റെ ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പ്രത്യേകം അടയാളമുണ്ട്. വുദൂഇന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്നവരായ നിലയിലാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആ അടയാളങ്ങൾ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവരെന്റെ അനുയായികളാണ്, അവർ എന്റെ ആളുകളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടുന്നതാണ്, ഇന്നക ലാ തദ്രി മാ ബദ്ദലു ബഅദക്, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് ശേഷം എന്താണ് അവർ ദീനിൽ മാറ്റം വരുത്തിയത് എന്ന് നിങ്ങൾക്കറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ഉമ്മത്തിനെ നബി എത്ര സ്നേഹിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളോടുള്ള കാരുണ്യം എത്രയാണ്, റഹ്മത്ത് എത്രയാണ്. ആ നബി പറയുന്നതാണ്, സുഹ്കൻ സുഹ്ക, നിങ്ങൾ അകന്നു പോ, നിങ്ങൾ മാറിപ്പോ, നിങ്ങൾക്ക് ഈ ഹൗദിൽ നിന്ന് വെള്ളമില്ല. അതെത്ര വലിയ നഷ്ടമാണ്. അവരെത്ര വലിയ ഭാഗ്യം കെട്ട മനുഷ്യന്മാരാണ്. ആരാണവർ? അവർ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയവരാണ്, ബിദ്അത്തുകൾ ഉണ്ടാക്കിയവരാണ്. കുഫാറുകൾക്ക് ഹൗദിൽ നിന്ന് കുടിക്കാൻ പറ്റൂല, മുനാഫിക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് കുടിക്കാൻ പറ്റൂല. ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയവർക്ക്, ബിദ്അത്തുകൾ ഉണ്ടാക്കിയവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് കുടിക്കാൻ പറ്റൂല. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മീസാനിന് മുമ്പാണ് ഹൗദ്, ഹൗദ് കഴിഞ്ഞിട്ടാണ് മീസാൻ, മീസാൻ കഴിഞ്ഞിട്ടാണ് സിറാത്ത്, സിറാത്ത് കഴിഞ്ഞിട്ടാണ് നരകവും സ്വർഗവും.
ഹൗദും മീസാനും നരകവും സ്വർഗമൊക്കെ പറയാൻ കുറച്ച് സമയം മതി. ഇതൊക്കെ വരാനുള്ളതാണ്, ഇതൊക്കെ നമ്മൾ നേരിടേണ്ടതാണ്. ആ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക. ആഖിറത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അതെത്ര വലിയ വിജയമാണ്, ആഖിറത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെത്ര വലിയ നഷ്ടമാണ്. അള്ളാഹു സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അള്ളാഹുവെ, ഞങ്ങൾ രോഗികളായ ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന മനുഷ്യരുണ്ട്, അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും ശാന്തിയും നൽകണമേ. അള്ളാഹുവെ, മഴ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ പരിഹാരങ്ങൾ നൽകണമേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.